ഏകദേശം ഒരു 11:30 നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അവിടുന്ന് എല്ലാവർക്കും നല്ല വിശപ്പായും കൊണ്ട് നമ്മൾ നേരെ പോയത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മന്തി മെയിനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു തെക്കൻ കല്യാണം പാർട്ട് 4ലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കല്യാണത്തിന് അവർ നാരങ്ങ തരുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുന്നു എന്നതിനാണ് ആ നാരങ്ങ തരുന്നത്. ഏകദേശം ഒരു 3 മണിയായി നമ്മളിത് വീട്ടിലെത്തിയപ്പോൾ. ആരും ഉറങ്ങാതെ എല്ലാവരും നമ്മളെയും കാത്തു നിൽക്കുകയായിരുന്നു. അവിടെ നേരെ വിളക്കും വാങ്ങിച്ച് വലത്തേക്കാലും വെച്ചിട്ട് ചേച്ചി നേരെ അകത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് പോയിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയി കിടന്നുറങ്ങി. രാവിലെ തന്നെ നേരത്തെ എണീറ്റ് വണ്ടി എടുത്ത് നേരെ അമ്പലത്തിലേക്ക്. കാരണം ഫോട്ടോഷൂട്ടും ഉണ്ട്, പിന്നെ കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ പോകുന്ന ഒരു ചടങ്ങാണല്ലോ. രാവിലെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു, കിടിൽ ആംബിയൻസും ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് മഴയും പെയ്തിരുന്നു. പിന്നെ കമ്പനിക്ക് അവിടെ 3-4 കുരങ്ങന്മാരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചിറങ്ങി വന്നതിന് ശേഷം അവരെ സേവ് ദ ഡേറ്റും പരിപാടികളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് റിസപ്ഷനും ഉണ്ടായിരുന്നു. റിസപ്ഷൻ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ തിരിച്ച് കോഴിക്കോട്ടേക്ക്. ഇതോടെ നമ്മുടെ തെക്കൻ കല്യാണ വിശേഷങ്ങൾ കഴിഞ്ഞു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.